Good afternoon, all. Good afternoon, ma'am. Good Good afternoon, afternoon, ma'am. ma'am. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. ന്യൂസ് എടുത്ത് നോക്കിയോ എല്ലാവരും? ഓക്കെ, ക്ലിയർ ആണോ എല്ലാം? ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ന്യൂസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് സെക്ഷൻ എടുക്കാലോ, സ്റ്റാർട്ട് ചെയ്യാലോ? നമ്മ പർപ്പസ് ഓഫ് അഡ്മിഷൻ പ്രൊസീജിയർ വരെയാണ് അല്ലെ ന്യൂസ് എടുത്തത്. നമ്മുടെ അഡ്മിഷൻ പ്രൊസീജിയർ കൊണ്ടുള്ള അഡ്മിഷൻ നടപടിക്രമങ്ങൾ കൊണ്ടുള്ള ഉദ്ദേശങ്ങൾ അല്ലെ, പർപ്പസ് എന്തൊക്കെയാണ്. നെക്സ്റ്റ് പറയുന്നത് ടൈപ്സ് ഓഫ് അഡ്മിഷൻ, ഏതൊക്കെ തരത്തിലുള്ള അഡ്മിഷൻ ഉണ്ട് അല്ലെ. ഫസ്റ്റ് വരുന്നത് എമർജൻസി അഡ്മിഷൻ. ആ പേരിൽ തന്നെയുണ്ട്, എമർജൻസി ആയിട്ട് അഡ്മിറ്റ് ചെയ്യുക അല്ലെ. മിസ് റിപ്പീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായോ പർപ്പസ് ഓഫ് അഡ്മിഷൻ പ്രൊസീജിയർ? ന്യൂസ് എടുത്തില്ലേ? രണ്ടാമത് മിസ്സും പറഞ്ഞു തന്നതല്ലേ? ഓക്കെ, ഫസ്റ്റ് വരുന്നത് എന്താണ്? ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, നമ്മുടെ പേഷ്യൻസിന്റെ കണ്ടീഷൻ അനുസരിച്ച് എന്താണ് അവർക്ക് വേണ്ടി വരുന്ന എന്താണ് പരിചരണം അല്ലെ, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പരിചരണങ്ങൾ നൽകുന്നതിന് വേണ്ടി. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? പേഷ്യൻസിന് അവരുടെ അസുഖത്തിനുള്ള ഒരു കംഫോർട്ടും ഒരു സുരക്ഷിതത്വവും നൽകുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. ഇപ്പൊ പേഷ്യൻസിന്റെ കണ്ടീഷൻ മോശമാണ്, അവർക്ക് എന്തെങ്കിലും നല്ല രീതിയിലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് വേണ്ട ട്രീറ്റ്മെന്റുകൾ ലഭിക്കോ? അവരുടെ ഹെൽത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു, അവർക്ക് എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ട്രീറ്റ്മെന്റ് കിട്ടോ? അറ്റ് ദ ടൈം ആ ഒരു സമയത്ത് അവർക്ക് കിട്ടോ? ഇല്ല അല്ലെ. നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഹോസ്പിറ്റലിലേക്ക് എത്തിക്കേണ്ടി വരും അല്ലെ. എന്നാൽ മാത്രമല്ലേ അവർക്ക് ട്രീറ്റ്മെന്റ് കിട്ടുള്ളൂ. ആണോ? അപ്പൊ എന്താണ്, നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ അവർ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ പെട്ടെന്ന് ലഭിക്കും അല്ലെ. അവരൊരു കണ്ടീഷൻ നില മാറുന്നതിനനുസരിച്ച് എന്താണ് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ പെട്ടെന്ന് ലഭിക്കും. അങ്ങനെ അവർക്ക് എന്താണ് ഒരു കംഫോർട്ടും ഒരു സുരക്ഷിതത്വം ലഭിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഓരോ വാർഡിലേക്കും അല്ലെങ്കിൽ ഓരോ സെക്ഷനിലേക്കും എന്താണ് നമ്മുടെ പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുന്നത് ആ ഒരു പേഷ്യൻസിന്റെ കണ്ടീഷൻ അനുസരിച്ചാണ് അല്ലെ. ഇപ്പൊ പേഷ്യൻസ് എന്തെങ്കിലും ഗുരുതരാവസ്ഥയിലാണ് അല്ലെങ്കിൽ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മൾ അവരെ വാർഡിലേക്ക് കിടത്തോ? വാർഡിൽ അഡ്മിറ്റ് ആക്കോ? ഇല്ല. ICUയിലേക്കോ അല്ലെങ്കിൽ വെന്റിലേറ്റേഴ്സിലേക്കോ അല്ലെങ്കിൽ സ്പെഷ്യൽ റൂമിലേക്കൊക്കെ ആയിരിക്കും അല്ലെ അവർ അഡ്മിറ്റ് ആക്കുന്നത്. അപ്പൊ വാർഡിലെ പേഷ്യന്റിനെ സ്വീകരിക്കുന്നത് ആ ഒരു പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ചായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? നമ്മുടെ പേഷ്യൻസിനെ ഏതൊരു എമർജൻസി സിറ്റുവേഷൻ അല്ലെ, ഏത് അടിയന്തര സാഹചര്യത്തിലും അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകള് അവർക്ക് വേണ്ട കെയേഴ്സ് അല്ലെ അത് ചെയ്യുന്നതിന് വേണ്ടി ആ ഒരു ഹോസ്പിറ്റലിന്റെ ഡോക്ടേഴ്സും സ്റ്റാഫുകളും സജ്ജരായിരിക്കും അല്ലെ, റെഡി ആയിരിക്കും. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ടു ഒബ്റ്റെയിൻ ഇൻഫോർമേഷൻ അബൌട്ട് ദ ക്ലയന്റ് സോ ആസ് ടു എസ്റ്റാബ്ലിഷ് എ തെറാപ്യൂട്ടിക് നഴ്സ് പേഷ്യന്റ് റിലേഷൻഷിപ്പ് അല്ലെ. ഇപ്പൊ നമുക്ക് പേഷ്യന്റിന് അവരുടെ ആ ഒരു രോഗാവസ്ഥയെ കുറിച്ച് അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ഡോക്ടർ എന്തെങ്കിലും ട്രീറ്റ്മെന്റുകൾ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് എന്തെങ്കിലും മെഡിക്കേഷൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ആരോടാ ചോദിക്കുന്നത്? ഡോക്ടർ വരാൻ വെയിറ്റ് ചെയ്യോ? രാവിലെ ഡോക്ടർ വരാൻ വെയിറ്റ് ചെയ്യോ? ഇല്ല അല്ലെ. എന്ത് ചെയ്യും? അവരെ ട്രീറ്റ്മെന്റിന് വേണ്ടി അവരെ ചികിത്സിക്കാൻ വരുന്ന നഴ്സിനോടായിരിക്കും അല്ലെ ചോദിക്കുന്നത് അല്ലെ. ഡോക്ടർ എന്താണ് പറഞ്ഞിരിക്കുന്നത്, എന്ത് ഡിസ്ചാർജ് ചെയ്യാന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ, ഏതൊക്കെ മരുന്നുകൾ തന്നിട്ടുണ്ട് അല്ലെ, ആണോ? ടെസ്റ്റുകൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അല്ലെ, നമ്മ നഴ്സിനോടായിരിക്കും ചോദിക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ് ആ ഒരു നഴ്സും തെറാപ്യൂട്ടിക് നഴ്സും പേഷ്യന്റും തമ്മിലുള്ള ഇൻഫർമേഷൻസ് കൈമാറുന്നതിന് ആ ഒരു നഴ്സും പേഷ്യന്റും തമ്മിലുള്ള ആ ഒരു റിലേഷൻ
കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? നമ്മുടെ പേഷ്യന്റിന്റെ കെയർ, രോഗി പരിചരണത്തില് പേഷ്യന്റിനെയും അവരുടെ ഫാമിലിയെയും ഉൾപ്പെടുത്താം അല്ലെ. ഇപ്പൊ നമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി കഴിയുമ്പോൾ രോഗിക്ക് ഇന്ന മെഡിസിൻ ഒക്കെ കൊടുക്കണം എന്നൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞാൽ അവര് ചെയ്യിക്കാറല്ലേ, നഴ്സുമാര് ഡോക്ടേഴ്സ് ഒക്കെ അല്ലേ, പിന്നെ മരുന്ന് കൊടുക്കുക അല്ലെ. അപ്പൊ എന്താണ്? നമ്മുടെ രോഗി പരിചരണത്തില് പേഷ്യൻസിനെയും അവരുടെ ഫാമിലിയെയും ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി. നെക്സ്റ്റ് എന്താണ്? രോഗി പരിചരണം, ടു അസിസ്റ്റ് പേഷ്യന്റ് ആൻഡ് ഫാമിലി ഇൻ കെയർ അല്ലെ. രോഗി പരിചരണത്തില് നമ്മുടെ പേഷ്യൻസിനെയും പേഷ്യൻസിന്റെ ഫാമിലിയെയും സഹായിക്കുക അല്ലെ, അസിസ്റ്റ് ചെയ്യുക. നമ്മുടെ നഴ്സുമാർ അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. രോഗി പരിചരണത്തില് പേഷ്യൻസിന്റെ ഫാമിലിയും പേഷ്യന്റിനെയും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ, അസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെയാണ് പർപ്പസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ടൈപ്സ് ഓഫ് അഡ്മിഷൻ. നമുക്കറിയാം 2 തരത്തിലുള്ള അഡ്മിഷൻ ആണ് ഹോസ്പിറ്റലിൽ ഉള്ളത്. ഫസ്റ്റ് വരുന്നത് എന്താണ്? എമർജൻസി അഡ്മിഷൻ. നമുക്ക് ആ പേരിൽ തന്നെ അറിയാം അല്ലെ, എമർജൻസി ആയിട്ട് പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുക. അതെപ്പോഴൊക്കെയാണ് നമ്മൾ അങ്ങനെ എമർജൻസി ആയിട്ട് അഡ്മിറ്റ് ചെയ്യുന്നത്? എപ്പോഴൊക്കെയാണ്? എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിക്കാം, ഹാർട്ട് അറ്റാക്ക് വരാം, പോയിസണിങ് വരാം അല്ലെ, ആക്സിഡന്റ് പറ്റാം അല്ലെ. അവർക്ക് എന്താണ്? പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് സ്ട്രോക്ക് വരാം, സീരിയസ് സിറ്റുവേഷൻ വരാം അല്ലെ. അപ്പൊ എന്താണ്? അവർക്ക് എന്താണ്? അടിയന്തര ചികിത്സ ആവശ്യമായി വരുന്ന ഘട്ടങ്ങളിൽ അല്ലെ. നമ്മത് പ്ലാൻ ചെയ്തുകൊണ്ടാണോ അങ്ങനെ ഒരു എമർജൻസി അഡ്മിഷൻ എടുക്കുന്നത്? ഇമ്മീഡിയറ്റ് കെയർ വേണ്ട ടൈമിൽ അല്ലെ. അല്ല, പ്ലാൻ ചെയ്തല്ല അല്ലെ. അപ്പൊ എന്താണ്? clients are admitted with acute condition requiring immediate treatment അല്ലെ. അടിയന്തര ചികിത്സ എന്താണ്? ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് അല്ലെ. അടിയന്തര ചികിത്സ ആവശ്യമുള്ള ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെയാണ് നമ്മ ഇവിടെ പ്രവേശിക്കുന്നത്, എമർജൻസി അഡ്മിഷനിൽ പ്രവേശിപ്പിക്കുന്നത്. ഇതാണ് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് അല്ലെ. അടിയന്തര ചികിത്സ ആവശ്യമായി വരുന്ന പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ച് ഗുരുതരാവസ്ഥയിലുള്ള പേഷ്യൻസ് അല്ലെ, അക്യൂട്ട് കണ്ടീഷനിലുള്ള പേഷ്യൻസിനാണ് നമ്മ ഇവിടെ അഡ്മിറ്റ് ആക്കുന്നത്, എമർജൻസി അഡ്മിഷനിൽ അഡ്മിറ്റ് ആക്കുന്നത്. എക്സാമ്പിൾ നോക്കിയേ, ക്ലയൻസ് വിത്ത് ഹാർട്ട് അറ്റാക്ക്, ആക്സിഡന്റ്സ്, പോയിസണിങ് എക്സെട്ര അല്ലെ. എന്താണ്? ഹാർട്ട് അറ്റാക്ക് വരുന്ന പേഷ്യൻസിനെ, ആക്സിഡന്റ് സംഭവിക്കുന്ന പേഷ്യൻസിനെ, പോയിസണിങ് വരുന്നത്, സ്ട്രോക്ക് വരുന്ന പേഷ്യൻസിനൊക്കെ അല്ലെ. അവർക്ക് പ്രതീക്ഷിക്കാതെ വരുന്നതാണ് അല്ലെ ആ ഒരു അസുഖങ്ങളൊക്കെ അല്ലെ. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് റുട്ടീൻ അഡ്മിഷൻ അല്ലെ. സാധാരണ പതിവ് അഡ്മിഷൻ. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പ്ലാനഡ് സർജറീസിന് ഹോർമോൺ പ്ലാനഡ് സർജറീസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ മുൻകൂട്ടി എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ നമ്മൾ അഡ്മിറ്റ് ആക്കാറുണ്ട് അല്ലെ. ഇപ്പൊ എൻഡോസ്കോപ്പി ചെയ്യണം, അല്ലെങ്കിൽ ആൻജിയോഗ്രാം ചെയ്യണം, അല്ലെങ്കിൽ ഡെലിവറിക്ക് ഒക്കെ വേണ്ടിയിട്ടല്ലേ. അപ്പൊ നോക്കിയേ, റുട്ടീൻ അഡ്മിഷൻ, ക്ലയൻസ് ആർ അഡ്മിറ്റഡ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് പ്ലാനഡ് ട്രീറ്റ്മെന്റ് ആൻഡ് സർജറീസ് അല്ലെ. എന്താണ്? ക്ലയൻസിനെ അഡ്മിറ്റ് ആക്കാണ് എന്തിനു വേണ്ടിയിട്ടൊക്കെ? ഇൻവെസ്റ്റിഗേഷൻസ് അല്ലെ. എന്താണ്? അന്വേഷണം, പ്രൊസീജിയേഴ്സ് ചെയ്യാനായിട്ട്, ടെസ്റ്റുകൾ ചെയ്യാനൊക്കെ അഡ്മിറ്റ് ആക്കുന്നത്, അല്ലെങ്കിൽ പ്ലാനഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സർജറീസിനൊക്കെ വേണ്ടിയിട്ട് പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുന്നതിനെയാണ് റുട്ടീൻ അഡ്മിഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിള്, ക്ലൈമറ്റ്, ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിസ്, ബ്രോങ്കൈറ്റിസ് അല്ലെ. എന്താണ്? ഹൈപ്പർ ടെൻഷൻ, BP കൂടുതലുള്ള പേഷ്യൻസിന്, ഹൈ പ്രഷർ, ബ്ലഡ് പ്രഷർ ഉള്ളവര്, ഷുഗർ ഉള്ള, ഡയബറ്റിസ് ഉള്ളവരെ, പിന്നെ എന്താണ്? ബ്രോങ്കൈറ്റിസ് അല്ലെ. എന്താണ്? നമുക്ക് ചുമ കൂടുതൽ നാൾ നീണ്ടു നിൽക്കുന്നത് അല്ലെ. എന്താണ്? നമ്മുടെ ശ്വാസകോശത്തിലെ ശ്വാസനാളികൾക്ക് വീക്കം സംഭവിച്ച് നമുക്ക് കഫക്കെട്ടൊക്കെ കൂടില്ലേ. അങ്ങനെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടൊക്കെ ചുമ നിലനിൽക്കുന്ന സാഹചര്യത്തിനൊക്കെയാണ് ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെയാണ് റുട്ടീൻ അഡ്മിഷനിൽ അഡ്മിറ്റ് ആക്കുന്നത്. ഓക്കെ ആണോ? Clients are admitted for investigation and planned treatment and surgery. Please ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. ടൈപ്സ് ഓഫ് അഡ്മിഷൻ ക്വസ്റ്റ്യൻ വരുന്നതാണ്, നോട്ട് ചെയ്യാം കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്യാം. നെക്സ്റ്റ് പറയുന്നത് അഡ്മിഷൻ പ്രൊസീജിയർ. പർപ്പസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ.
പർപ്പസും ഇമ്പോർട്ടന്റ് ആണ്. അഡ്മിഷൻ പ്രൊസീജിയർ ത്രൂ OPD അല്ലെ, നമ്മുടെ OPD-യിൽ ചെന്നിട്ടല്ലേ നമ്മൾ അഡ്മിറ്റ് ആക്കുന്നത്. ചില സിറ്റുവേഷനിൽ മാത്രമാണ് അല്ലെ നമ്മ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കാഷ്വാലിറ്റിയിലൊക്കെ ചെന്നതിന് ശേഷം അഡ്മിറ്റ് ആക്കുന്നത് അല്ലെ. അതല്ലെങ്കിൽ എന്താണ്, നമ്മ OP-യിൽ ചെന്നിട്ടായിരിക്കും ഡോക്ടർ നമ്മൾ ചെക്കപ്പ് ചെയ്ത് നമുക്ക് വേണ്ട ഇൻവെസ്റ്റിഗേഷൻസ് ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് നമ്മൾ അഡ്മിറ്റ് ആക്കുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ OPD-യിൽ നിന്ന് എന്താണ് നമ്മുടെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വരുന്നത് എന്താണ്, റിസീവിംഗ് ദ പേഷ്യൻസ് അല്ലെ, പേഷ്യൻസിനെ സ്വീകരിക്കുക, റിസീവ് ചെയ്യുക. ദ പേഴ്സണൽ ഇൻ ദ അഡ്മിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് should greet and make the patient feel comfortable അല്ലെ. നമ്മുടെ അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിൽക്കുന്ന പേഴ്സണൽസ് അല്ലെ, ഉദ്യോഗസ്ഥർ എങ്ങനെയായിരിക്കണം ഒരു രോഗിയെ സ്വീകരിക്കേണ്ടത്? ഗ്രീറ്റ് അല്ലെ, നല്ല ഊഷ്മളതയോട് കൂടിയിട്ടും സുഖകരമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരിക്കണം പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യേണ്ടത് അല്ലെ. നമ്മളെ ഹോസ്പിറ്റലിൽ ഡോക്ടർ ചെക്കപ്പ് ഒക്കെ ചെയ്ത് കൺസൾട്ടേഷൻ ഒക്കെ ചെയ്തതിന് ശേഷം നമ്മുടെ അടുത്ത് പറയാറുണ്ട് അല്ലെ, എന്താണ് അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്, അഡ്മിഷൻ സെക്ഷനിൽ ചെന്നിട്ട് പേപ്പർ വർക്കുകൾ ചെയ്തോളാൻ പറയാറില്ലേ, അവിടെ ചെന്ന് കാണിക്കാൻ പറയാറുണ്ട് അല്ലെ, ഉണ്ടോ? ഉണ്ട്. അപ്പൊ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾ നമുക്ക് ശരിയായ രീതിയിലുള്ള വിവരങ്ങൾ തരണ്ടേ? അവര് നമ്മളുടെ അടുത്ത് റൂമിന്റെ കാര്യം പറഞ്ഞു തരുന്നില്ല, എന്തൊക്കെയാണ്, എത്ര ദിവസം അഡ്മിറ്റ് ആക്കണം, അവിടുത്തെ പ്രൊസീജിയേഴ്സ് ഒന്നും ശരിക്കും പറഞ്ഞു തരുന്നില്ലെങ്കിലോ നമുക്ക് നമ്മുടെ ആ പ്രൊസീജിയേഴ്സ് അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കോ? ഇപ്പൊ നമ്മളിൽ നിന്ന് എന്താണ് ഫസ്റ്റ് തന്നെ ഒരു ഡെപ്പോസിറ്റ് ഈടാക്കുന്നുണ്ട് അല്ലെ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്ന സമയത്ത് ഒരു ഡെപ്പോസിറ്റ് ഈടാക്കുന്നുണ്ട്. കൂടാതെ നമുക്ക് ഓരോ റൂമിന്റെ റെന്റുകളൊക്കെ വ്യത്യാസമായിരിക്കും അല്ലെ. ഷെയറിംഗ് റൂം ഉണ്ട്, വാർഡ് ഉണ്ട്, ഒറ്റയ്ക്ക് താമസിക്കാനുള്ള റൂംസുകളുണ്ട്, അതിന്റെയൊക്കെ റെന്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നമ്മുടെ ടീം അത് എല്ലാ കാര്യങ്ങളും നമ്മുടെ അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിൽ ചെല്ലുമ്പോൾ അവർ പറഞ്ഞു തരാറില്ലേ? ഉണ്ട് അല്ലെ. അപ്പൊ എന്താണ് നമ്മുടെ പേഴ്സണൽ അഡ്മിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള് പേഴ്സണൽസ് രോഗിയെ അഭിവാദ്യം ചെയ്യുകയും അവരെ സുഖകരമായിട്ടുള്ള ഒരു അനുഭവം അല്ലെ അവരെ കംഫർട്ടബിൾ ആക്കുകയും ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് ഇൻ എമർജൻസി കണ്ടീഷൻ, ഒരു പേഷ്യന്റിനെ എമർജൻസി കണ്ടീഷനിലാണ് കൊണ്ടുവരുന്നതെങ്കിൽ നോ ടൈം ഷുഡ് ബി വേസ്റ്റഡ് ടു സ്റ്റാർട്ട് ദ ട്രീറ്റ്മെന്റ് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലെ, ഒരു പേഷ്യന്റിനെ എമർജൻസി കണ്ടീഷനിലാണ് കൊണ്ടുവരുന്നതെങ്കിൽ അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് ഒരുപാട് ടൈം എടുക്കാൻ പാടുണ്ടോ? അവരവിടെ വെയിറ്റ് ചെയ്യിക്കാൻ പാടുണ്ടോ? ഇല്ല. എന്ത് ചെയ്യണം, അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ എത്രയും വേഗത്തിൽ ഒരു സമയവും പാഴാക്കാതെ അവർക്ക് ചെയ്യണം, കൊടുക്കണം അല്ലെ, നൽകണം. എന്താണ് ഇൻ എമർജൻസി കണ്ടീഷൻ, ഒരു പേഷ്യന്റിനെ എമർജൻസി കണ്ടീഷനിലാണ് കൊണ്ടുവരുന്നതെങ്കിൽ എന്താണ് ഒട്ടും സമയം പാഴാക്കാതെ അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ ചികിത്സകൾ സ്റ്റാർട്ട് ചെയ്യുക. The manner in which a doctor then or nurse receive the client is the most important aspects of reception in case of emergency അല്ലെ. നമ്മുടെ ആ ഒരു എമർജൻസി കേസിൽ ആ ഒരു പേഷ്യന്റിനെ ആ ഡോക്ടറും ആ നഴ്സും സ്വീകരിക്കുന്ന രീതി എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ഇപ്പൊ ഒരു പേഷ്യൻസിന് ഒരുപാട് ബ്ലീഡിങ് ആക്സിഡന്റ് പറ്റി ഒരുപാട് ബ്ലീഡിങ് ആയിട്ടൊക്കെ കൊണ്ടുവന്നിട്ട് ആ ഒരു പേഷ്യന്റിനെ നമ്മുടെ കാഷ്വാലിറ്റിയിൽ കയറ്റിയിട്ട് നമ്മുടെ ഡോക്ടറും നഴ്സുമാരും അവരെ തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ചിലപ്പോൾ ആ പേഷ്യന്റിന് മരണം തന്നെ സംഭവിക്കാം അല്ലെ. കേട്ടിട്ടില്ലേ, നമ്മ ന്യൂസിലൊക്കെ കാണാറുണ്ട് അല്ലെ. ഡെത്ത് സംഭവിക്കാം അല്ലെ. അപ്പൊ എന്താണ് ഒരു പേഷ്യന്റിനെ ഒരു എമർജൻസി കണ്ടീഷനിൽ നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ നമ്മുടെ കാഷ്വാലിറ്റിയിൽ കയറ്റി കഴിഞ്ഞാൽ ഏറ്റവും വലിയ കാര്യം അല്ലെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വശം എന്ന് പറയുന്നത് എന്താണ്? ആ പേഷ്യന്റിനെ നമ്മുടെ ഡോക്ടറും നഴ്സുമാരും സ്വീകരിക്കുന്ന രീതിയാണ്, അവരോട് അപ്രോച്ച് ചെയ്യുന്ന ആ ഒരു മെത്തേഡാണ്. ഓക്കെ ആണോ? നിങ്ങൾ എബ്രഹാം ഓസ്ലർ കണ്ടിട്ടുണ്ടോ മൂവി? അതിലൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്, ഒരാൾ മരത്തുമെന്ന് വീണിട്ട് അല്ലേ. അപ്പൊ ഫസ്റ്റ് ആളെ നോക്കിയ അല്ലെ ജഗദീഷ് പറയുന്നുണ്ട് അല്ലെ, എന്താണ് ആ ഒരു പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം നോക്കാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ നമ്മുടെ മമ്മൂട്ടി വന്നിട്ട് പറയണില്ല, പെട്ടെന്ന് തന്നെ ആൾക്കുള്ള ട്രീറ്റ്മെന്റുകൾ സ്റ്റാർട്ട് ചെയ്യാണ് അല്ലെ. ആണോ? ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാണ്.
അപ്പൊ എന്താണ് ആ ഒരു രോഗിയോട് ആ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ആ ഒരു നഴ്സ് അവരെങ്ങനെയാണോ സ്വീകരിക്കുന്നത് അതാണ് ഏറ്റവും വലിയ കാര്യം അല്ലെ? ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഓക്കെ റെക്കോർഡിംഗ് ഓഫ് സോഷ്യൽ ഡാറ്റാസ് അല്ലെ? നമുക്ക് എന്ത് ചെയ്യണം? ചിലപ്പോ ഒരു പേരില് ഇപ്പൊ ഐശ്വര്യ എന്നുള്ള പേരിൽ തന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ എന്താണ് 3-4 പേഷ്യൻസ് ഉണ്ടാവുക അല്ലെ? ഒരാൾ തന്നെയായിരിക്കോ? ഒരാൾ തന്നെയായിരിക്കോ? ഇല്ല അല്ലെ? 3-4 ആളുകൾ ഉണ്ടായിരിക്കാം. അപ്പൊ നമുക്ക് ഇവരെ തിരിച്ചറിയണ്ടേ? ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാൽ ഇവരെ തിരിച്ചറിയണം അല്ലെ? ഇവരെ അസുഖങ്ങൾ വേറെ ആയിരിക്കും, ഇവരെ ഹെൽത്ത് കണ്ടീഷൻസ് വേറെ ആയിരിക്കും അല്ലെ? ഇവർക്ക് കൊടുക്കുന്ന മരുന്നുകൾ വേറെ ആയിരിക്കും, ട്രീറ്റ്മെന്റുകൾ വേറെ ആയിരിക്കും അല്ലെ? അപ്പൊ എന്താണ് അങ്ങനെ നമ്മുടെ പേഷ്യൻസിനെ തിരിച്ചറിയുന്നതിന് വേണ്ടി ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ പേഷ്യൻസിൽ നിന്നും സോഷ്യൽ ഡാറ്റാസ് റെക്കോർഡ് ചെയ്യുക. ഓക്കെ നെക്സ്റ്റ് രണ്ടാമത്തെ പറയുന്നത് recording of social data. Clerk in record section records data essential for identification of clients. അല്ലെ? എന്താണ് ക്ലയന്റിനെ തിരിച്ചറിയുന്നതിനുള്ള റെക്കോർഡുകൾ ക്ലർക്ക് രേഖപ്പെടുത്തുക അല്ലെ? അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്താണ് ആ ഒരു ക്ലയന്റിൽ നിന്ന് അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡാറ്റാസ് സ്വീകരിക്കും അല്ലെ? അവരെ ചോദിച്ച് റെക്കോർഡ് ചെയ്യാറുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ അടുത്ത് ചോദിക്കാറ്? നെയിം ചോദിക്കാറുണ്ട്, ഏജ് ചോദിക്കാറുണ്ട്, സെക്സ്, എഡ്യൂക്കേഷൻ, അഡ്രസ്, എഡ്യൂക്കേഷൻ, റിലീജിയൻ, ഇൻകം, മെറിറ്റൽ സ്റ്റാറ്റസ്, ടെലിഫോൺ നമ്പർ എക്സെട്ര. ഒക്കെയാണോ? അതൊന്നും പറയല്ല. ഇൻകം ചിലയിടത്ത് നമുക്ക് വലിയ സർജറീസ് ഒക്കെയാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സർജറി ചെയ്യാൻ നമ്മ വില്ലിങ് ആണോ, നമ്മളിൽ അത്രയും പേയ്മെന്റ് പൈസ അടക്കാൻ പറ്റുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവര് ഇൻകം ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അതിനൊരു ഇത് വേണമെന്ന് എനിക്കൊരു ഡൗട്ട് വരാം, അതുകൊണ്ടാണ് മിസ് പറഞ്ഞത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് എടുക്കാലോ. നെക്സ്റ്റ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റ് അല്ലെ? അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി സോഷ്യൽ ഡാറ്റാസിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളിക്കുന്നത് എന്നുണ്ടാവേ. സോഷ്യൽ ഡാറ്റാസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റ്. അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റീസ് ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞു അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റില് നമ്മുടെ രോഗിയെ ശരിയായ രീതിയിൽ സ്വീകരിക്കുക എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ആ ഒരു അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റീസ് ഫസ്റ്റ് തന്നെ പറയുന്നത് ഗ്യാദർ പേഷ്യന്റ് ഇൻഫർമേഷൻസ് അല്ലെ? ആ ഒരു പേഷ്യന്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക അല്ലെ? ശേഖരിക്കുക. പേഷ്യന്റിന്റെ നെയിം, ഏജ്, സെക്സ്, അഡ്രസ്, മൊബൈൽ നമ്പർ അങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും ശേഖരിക്കുക. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ് അല്ലെ? എന്താണ്? പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡുകൾ തയ്യാറാക്കുക അല്ലെ? എന്താണ്? പേഷ്യന്റിന്റെ സോഷ്യൽ ഡാറ്റാസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാം, പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷൻ ഇൻക്ലൂഡ് ചെയ്യാം, പേഷ്യൻസിന്റെ ടെസ്റ്റുകളുടെ റിസൾട്ടുകൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് പ്രിപ്പയർ പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ ബ്രേസ്ലെറ്റ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ പേഷ്യൻസിനെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് അവരെ കയ്യും ഒരു ബ്രേസ്ലെറ്റ് പോലെ ഒരു ടാഗ് പോലെ കെട്ടിക്കൊടുക്കാറില്ലേ? നമ്മുടെ ന്യൂ ബോൺ ബേബീസിനൊക്കെ തരുമ്പോ കയ്യും വിടാറുണ്ട് അല്ലെ? ബേബി ഓഫ് ഇന്നാള്, ബേബി ഓഫ് അങ്ങനെ പറഞ്ഞിങ്ങാണ്ട് അതേപോലെ. അപ്പൊ എന്താണ് ആ ഒരു പേഷ്യന്റിനെ അപ്പൊ അവർക്ക് തിരിച്ചറിയാൻ പെട്ടെന്ന് സാധിക്കും അല്ലെ? നമ്മുടെ നഴ്സുമാർക്ക് പേഷ്യന്റിന്റെ നെയിമും ഏജും അഡ്രസ്സും ഒക്കെ എഴുതിയിട്ടായിരിക്കും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള എന്താണ് ബെഡ് നമ്പർ ഒക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഐഡന്റിഫിക്കേഷൻ ബ്രേസ്ലെറ്റുകൾ പ്രിപ്പയർ ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? കൺസേൺ ഫോം സൈനഡ് അല്ലെ? അവർ അഡ്മിറ്റ് ആക്കുന്ന സമയത്ത് അവരിൽ നിന്ന് എന്ത് ചെയ്യും? നമ്മൾ സമ്മതപത്രം എഴുതി വാങ്ങിക്കാറുണ്ടോ? സൈൻ ചെയ്യിക്കാറുണ്ടോ? അവരെ അഡ്മിറ്റ് ആക്കാൻ സമ്മതമാണ് അല്ലെ? അവിടുത്തെ ട്രീറ്റ്മെന്റുകൾ നമ്മുടെ ഡോക്ടർ പറയുന്ന ട്രീറ്റ്മെന്റുകൾ ചെയ്യാനായിട്ട് നമ്മുടെ രോഗി ഒക്കെ ആണെന്ന് തെളിയിക്കുന്നതിനുള്ള സമ്മതപത്രം ഉണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കൺസേൺ ഫോം സൈൻ ചെയ്യിച്ചു വാങ്ങാം. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഇനീഷ്യൽ ഓർഡർ ഒബ്റ്റെയിൻഡ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു രോഗിയെ നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കണമെങ്കിൽ ആര് ഓർഡർ കിട്ടണം? ഡോക്ടറിന്റെ അല്ലേ? വേണോ? ഡോക്ടറിന്റെ ഓർഡർ ലഭിച്ചാൽ മാത്രമല്ലേ നമുക്ക് അവിടെ അഡ്മിറ്റ് ആക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്താണ്? ഇനീഷ്യൽ ഓർഡർ അല്ലെ? പ്രാഥമിക ഓർഡർ ലഭിച്ചതിന് ശേഷം
എന്താണ് മറ്റു നടപടിക്രമങ്ങൾ? ഹോസ്പിറ്റലിൽ പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കാനുള്ള ബാക്കി നടപടിക്രമങ്ങൾ ആരംഭിക്കുക. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഇൻഫോം ടു ഫ്ലോർ വാർഡ് നഴ്സ്. എന്താണ്? പേഷ്യന്റിനെ നമ്മൾ വാർഡിലേക്കാണ് അല്ലെങ്കിൽ ഏതെങ്കിലും റൂമിലേക്കാണ് അല്ലെ, ഓരോ സെക്ഷൻ ഉണ്ടാവും അല്ലെ, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോറിലൊക്കെ ഉണ്ടാവും അല്ലെ റൂമുകള്. അപ്പൊ ഫ്ലോറിലേക്കാണ് അല്ലെങ്കിൽ ഏതെങ്കിലും വാർഡിലേക്കാണെങ്കിൽ ആ ഒരു വാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ഫ്ലോറുമായി ബന്ധപ്പെട്ടിട്ടുള്ള നഴ്സിനെ വിവരം അറിയിക്കുക. ചിലപ്പോ കാർഡിയാക് പേഷ്യൻസ് ആയിരിക്കും. അപ്പൊ കാർഡിയാക് റൂം അല്ലെങ്കിൽ കാർഡിയാക് വാർഡ് സെക്കൻഡ് ഫ്ലോറിലായിരിക്കും ഉള്ളത് അല്ലെ, ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഫ്ലോറിലുള്ള നഴ്സിനെ വിവരം അറിയിക്കുക. നെക്സ്റ്റ് പറയുന്നത് ഇഷ്യൂ ദ വിസിറ്റേഴ്സ് പാസ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ അല്ലെ. നമ്മൾ അഡ്മിഷൻ ചെയ്യുന്ന ആ ഒരു സമയത്തിൽ തന്നെ നമുക്ക് എന്ത് തരാറുണ്ട്? വിസിറ്റിംഗ് കാർഡ് പാസ് തരാറുണ്ട് അല്ലെ. നമ്മളെ കാണാൻ വരുന്ന നമ്മുടെ ഫാമിലീസിന്, നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ കയറുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയുള്ള വിസിറ്റേഴ്സ് പാസ് ആ ഒരു അഡ്മിഷന്റെ സമയത്ത് തന്നെ നമ്മുടെ പേഷ്യൻസിന് അല്ലെങ്കിൽ അവരുടെ ബൈസ്റ്റാൻഡേഴ്സിന് നൽകുക. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? എ മിനിമം ഡെപ്പോസിറ്റ് എമൗണ്ട് ഈസ് അഡ്വൈസ്ഡ് ബൈ ദ അഡ്മിഷൻ ഡെസ്ക് സ്റ്റാഫ് ടു ബി ഡെപ്പോസിറ്റ് അറ്റ് ദ അക്കൗണ്ട്സ് ക്യാഷ് കൗണ്ടർ അല്ലെ. എന്താണ്? നമ്മൾ അഡ്മിറ്റ് ആക്കുന്ന സമയത്ത് നമ്മളിൽ നിന്നൊരു എന്താണ് ഡെപ്പോസിറ്റ് എമൗണ്ട് ഈടാക്കാറുണ്ട് അല്ലെ. എന്താണ്? നമ്മളോട് പറയും ഒരു 3000 രൂപ അല്ലെങ്കിൽ ഒരു 2000 അല്ലെങ്കിൽ ഒരു 4000 രൂപ കൊണ്ടുപോയി നമ്മുടെ എന്താണ് ക്യാഷ് കൗണ്ടറിൽ അടച്ചിട്ട് ആ ഒരു റെസീറ്റും കൊണ്ട് വരാൻ പറയാറുണ്ട് അല്ലെ. ആ ഒരു ബില്ലും കൊണ്ട് വന്നിട്ട് ബാക്കി പ്രൊസീജിയേഴ്സ് ചെയ്യാന്ന് പറയാറുണ്ട് അല്ലെ. ആണോ? അപ്പൊ എന്താണ് ഒരു മിനിമം ഡെപ്പോസിറ്റ് നമ്മുടെ ക്യാഷ് കൗണ്ടറിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് അടച്ചിട്ട് എന്താണ് അടക്കാൻ നമ്മുടെ അഡ്മിഷൻ ഡെസ്കിൽ നിന്ന് പറയുന്നു അല്ലെ, അഡ്വൈസ് ചെയ്യുന്നു. നെക്സ്റ്റ് പറയുന്നത് they will also draw out an estimate and guide you for selecting the relevant category of room. എന്താണ്? നമുക്ക് ആ ഒരു റൂം അല്ലെങ്കിൽ ഏത് കാറ്റഗറിയിലുള്ള റൂമാണ് സെലക്ട് ചെയ്യുന്നതിനുള്ള ഒരു എസ്റ്റിമേറ്റും അതിനുള്ള ഒരു ഗൈഡും തരുന്നുണ്ട് അല്ലെ. നമ്മളടുത്ത് പറയാറില്ലേ, നമ്മ ഒറ്റക്കുള്ള ഒരു റൂം ആണെങ്കിൽ, സിംഗിൾ റൂം ആണെങ്കിൽ മാസം ഡെയിലി 1000 രൂപ വരും അല്ലെങ്കിൽ ഒരു 800 രൂപ, അല്ലെങ്കിൽ 2 പേരുള്ള റൂം ആണെങ്കിൽ അതിനൊരു 400 രൂപ വരെയുള്ള, അല്ലെങ്കിൽ വാർഡ് ആണെങ്കിൽ ഇത്ര രൂപ എന്നൊക്കെ അവർ പറഞ്ഞു തരാറില്ല ആദ്യം തന്നെ അഡ്മിഷൻ ഡെസ്കിലുള്ള ആളുകള്. അപ്പൊ അങ്ങനെയുള്ള they will also draw out a estimate and guide you for selecting the relevant category of the room. സെലക്ട് ചെയ്യുന്ന ആ ഒരു റൂമിന്റെ കാറ്റഗറി അനുസരിച്ച് നമുക്ക് എത്ര രൂപ വരും എന്നുള്ള ഒരു ഏകദേശം അവർക്ക് പറഞ്ഞു കൊടുക്കുക. This amount varies depending upon the area ward in which the patient is being admitted. എന്താണ് ഈ ഒരു എമൗണ്ട് അല്ലെ, നമുക്ക് ആ ഒരു ഫൈനൽ സെറ്റിൽമെന്റ് എത്ര വരും എന്നുള്ളത് എന്തിനെ അടിസ്ഥാനമാക്കിയാണ്? നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു കാറ്റഗറി ഓഫ് റൂമിന്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ ട്രീറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെ വരുന്നത് അല്ലെ. ആണോ? അല്ലെ ഫൈനൽ എമൗണ്ട്. അപ്പൊ എന്താണ്? നമുക്ക് അവര് ഏകദേശം ഒരു ഗൈഡ് തരുന്നുണ്ട് ഓരോ റൂമിന്റെ അടിസ്ഥാനത്തിൽ ഏകദേശം എത്രയാവുന്നു അല്ലെ. അത് ആ ഒരു നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ ഒരു കാറ്റഗറി ഓഫ് റൂമിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു പേയ്മെന്റ് വരുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ദ അഡ്വാൻസ് ഷാൽ ബി അഡ്ജസ്റ്റഡ് അഗെയിൻസ്റ്റ് ദ ഫൈനൽ ബിൽ അറ്റ് ദ ടൈം ഓഫ് ഡിസ്ചാർജ്. ഇപ്പൊ നമ്മൾ 3000 രൂപ അടച്ചിട്ടുണ്ട് അഡ്വാൻസ് ആയിട്ട്. നമുക്ക് ലാസ്റ്റ് ഒരു 4 ദിവസം അല്ലെങ്കിൽ ഒരു 5 ദിവസം കഴിഞ്ഞപ്പോ നമുക്ക് എത്ര രൂപ വന്നു? ഒരു 20,000 രൂപ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഫസ്റ്റ് അടച്ച ആ പേയ്മെന്റ് നമ്മളിൽ നിന്ന് കുറയ്ക്കുമല്ലോ അല്ലേ. ആദ്യം നമ്മ അഡ്വാൻസ് കൊടുത്തത് ഇല്ലേ. അപ്പൊ എന്താണ്? the advance shall be adjusted against the final bill at the time of discharge. നമ്മുടെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു അഡ്വാൻസ് കൊടുത്ത ആ ഒരു മിനിമം ഡെപ്പോസിറ്റ് നമ്മുടെ ഫൈനൽ ബില്ലിൽ നിന്ന് കുറയ്ക്കുന്നതാണ്. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് those seeking the cashless route would have to visit the insurance desk or TPA desk for the hospitalization of the patient അല്ലെ. ഇപ്പൊ നമുക്കറിയാം മിക്കവരും എങ്ങനെയാണ് ഇൻഷുറൻസും ക്ലെയിം ഒക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലെ. അസുഖങ്ങൾ എല്ലാവർക്കും അസുഖങ്ങളും അല്ലേ എപ്പോഴും
അസുഖങ്ങളാണ് അല്ലെ. അപ്പൊ മിക്കവരും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇൻഷുറൻസ് ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ ഇങ്ങനെ ക്യാഷ്ലെസ് പേയ്മെന്റ് ആണെങ്കിൽ, റൂട്ട് ആണെങ്കിൽ എന്താണ് അഡ്മിഷൻ ഡെസ്ക് എന്ന് പറഞ്ഞ് നമ്മുടെ എന്താണ് ഇൻഷുറൻസ് ഡെസ്ക് സ്റ്റാർ ഹെൽത്ത് ഓക്കെ എന്താണ് നമ്മുടെ ക്യാഷ്ലെസ് റൂട്ട് ആണെങ്കിൽ ആ ഒരു പേഷ്യൻസ് ഇൻഷുറൻസോ ക്ലെയിമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ എന്താണ് ഇൻഷുറൻസ് ഡെസ്കിൽ പോയി വിസിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ TPA എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്നാണ് കേട്ടോ. തേർഡ് പാർട്ടി ക്വസ്റ്റ്യൻ വരുന്നതാണ്. തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ അതായത് ഇൻഷുറൻസ് ക്ലെയിം അങ്ങനെയുള്ള ഏജൻസി കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ഡെസ്കിലോ ചെന്ന് ആ ഒരു പേഷ്യന്റിനോട് എന്താണ് അവിടെ ചെന്ന് ബാക്കി പ്രൊസീജിയേഴ്സ് ചെയ്യാനായിട്ട് അവരോട് പറഞ്ഞു കൊടുക്കുക. നമ്മൾ അഡ്മിറ്റ് ആക്കുന്ന സമയത്ത് തന്നെ ആ ഒരു ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുള്ള പേപ്പർ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യണം അല്ലേ. എന്നാൽ മാത്രമല്ല നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു പേയ്മെന്റ് ഒക്കെ നടത്താൻ സാധിക്കുള്ളൂ. അതിന് വീണ്ടും ഡിലേ ആവും അല്ലെ. ആ ഒരു പേപ്പർ വർക്കുകളൊന്നും കംപ്ലീറ്റ് ആവാതെ ചിലപ്പോൾ നമുക്ക് ആ ഒരു ഇൻഷുറൻസ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അഡ്മിറ്റ് ആക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പേപ്പർ വർക്കുകളും പ്രൊസീജിയേഴ്സും സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇൻഷുറൻസ് ഡെസ്കിലോ അല്ലെങ്കിൽ TPA ഡെസ്കിലോ പോയി നമ്മുടെ പേഷ്യന്റിന്റെ റിലേറ്റീവ്സിനോട് അല്ലെങ്കിൽ പേഷ്യൻസിനോട് ചെന്ന് ബാക്കി പ്രൊസീജിയേഴ്സ് നടത്താൻ പറയുക. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നെക്സ്റ്റ് പറയുന്നത് ഇപ്പൊ നമ്മൾ എന്താണ് മെഡിക്കൽ എക്സാം അഡ്മിഷൻ പ്രൊസീജിയേഴ്സിൽ പേഷ്യന്റിനെ സ്വീകരിച്ച് പിന്നെ നമ്മുടെ അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ഫസ്റ്റ് എന്താണ് മെഡിക്കൽ എക്സാമിനേഷൻ ഇൻ OPD അല്ലെ. OPD-യിൽ നമ്മുടെ മെഡിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് അല്ലെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലെ. ഡോക്ടർ നമ്മളെ പരിശോധിച്ചതിന് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ പരിശോധിച്ചതിന് ശേഷമല്ലേ നമ്മൾ ബാക്കി പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഈ മെഡിക്കൽ എക്സാമിനേഷൻ ഇൻ OPD ഇവിടെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ മെഡിക്കൽ എക്സാമിനേഷൻ എങ്ങനെയാണ്? Detailed social and medical history of the patient is taken by a physician and recorded. അല്ലെ നമ്മൾ ഡോക്ടറുടെ അടുത്ത് ചെന്നിരിക്കുമ്പോൾ നമ്മുടെ അടുത്ത് ഡോക്ടർ എന്തൊക്കെ ചോദിക്കാറുണ്ട്? പേര് ചോദിക്കാറുണ്ട്, വയസ്സ് ചോദിക്കാറുണ്ട്, വീട് ചോദിക്കാറുണ്ട് അല്ലെ. നല്ലോണം കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ഡോക്ടർ ആണെങ്കിൽ എന്ത് ചെയ്യും, വീട്ടിലുള്ള വിശേഷങ്ങൾ വരെയും ചോദിക്കാറുണ്ട് അല്ലെ. ആണോ? അപ്പൊ എന്താണ് നമ്മുടെ ഡോക്ടർ എന്താണ് ആ ഒരു പേഷ്യന്റിന്റെ അടുത്തിൽ നിന്ന് അവരുടെ സോഷ്യൽ ആയിട്ടുള്ള ഡാറ്റാസും അവരുടെ മെഡിക്കൽ ഹിസ്റ്ററീസ് എന്താണ് നമ്മുടെ അടുത്ത് ഡോക്ടർ ചോദിക്കാറുണ്ട്. എന്ത് അസുഖമായിട്ടാണ് വന്നത് അല്ലെ, ഇതിക്ക് മുമ്പ് വന്നിട്ടുണ്ടോ അല്ലെ, കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നതാണോ അല്ലെ, എന്തെങ്കിലും എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുമ്പോൾ എന്തെങ്കിലും അലർജി പ്രോബ്ലംസ് ഉണ്ടോ അല്ലെ, ഇപ്പോഴത്തെ കണ്ടീഷൻ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കാറില്ലേ. അപ്പൊ അങ്ങനെയുള്ള മെഡിക്കൽ ഹിസ്റ്ററിയും സോഷ്യൽ ഡാറ്റയും എടുത്തിട്ട് ഡോക്ടർ അത് റെക്കോർഡ് ചെയ്യുക. എന്തൊക്കെയാണ് ഡോക്ടർ ചോദിക്കുന്നത്? ഡോക്ടർ പിന്നെ എന്താണ് പേഷ്യന്റ് ടെമ്പറേച്ചർ നോക്കുന്നുണ്ട്, BP നോക്കുന്നുണ്ട്, പൾസ് നോക്കുന്നുണ്ട്, റെസ്പിറേഷൻ എക്സെട്ര ആ റെക്കോർഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടർ നോക്കി റെക്കോർഡ് ചെയ്യുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് the necessary investigations such as X-ray, lab test is done to diagnose the disease and prescribe treatment. അല്ലെ നമ്മുടെ ഡോക്ടറുടെ അടുത്ത് ചെന്നിരുന്ന ഡോക്ടർ നമ്മളൊന്ന് വിലയിരുത്തിയതിന് ശേഷം അസസ് ചെയ്തതിന് ശേഷം ഡോക്ടർ പറയാറുണ്ട് അല്ലെ, ബ്ലഡ് ടെസ്റ്റ് യൂറിൻ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മരുന്നുകൾ എഴുതി തരാന്ന് പറയാറുണ്ട് അല്ലെ, ബാക്കി ട്രീറ്റ്മെന്റ് ചെയ്യാന്ന് പറയാറില്ലേ. അപ്പൊ എന്താണ് നമ്മുടെ രോഗം ആ ഒരു പേഷ്യന്റിന്റെ രോഗം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, അവരെ ഡയഗ്നോസിസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അവരെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടും അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് നടത്തുക, എക്സ്റേ എടുക്കുക, ലാബ് ടെസ്റ്റുകളൊക്കെ ചെയ്യിക്കുക. ഓക്കെയാണോ? രോഗം കണ്ടെത്താനും ചികിത്സിക്കാനുമായിട്ട് ആവശ്യമായിട്ടുള്ള ടെസ്റ്റുകൾ എന്താണ് ഇൻവെസ്റ്റിഗേഷൻസ്, എക്സ്റേ, ലാബ് ടെസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിക്കുക. നെക്സ്റ്റ് പറയുന്നത് those who are admitted to hospital for further investigation and treatment to the concerned ward or the advice of the treating doctor. അല്ലെ എന്താണ്
നമ്മള് ഫർദർ ഇൻവെസ്റ്റിഗേഷൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫർദർ ട്രീറ്റ്മെന്റിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കും അല്ലെ നമ്മൾ ഏത് വാർഡിലേക്കാണ് കിടത്തേണ്ടതെന്ന് തീരുമാനിക്കുന്നത് അല്ലെ. ഇപ്പൊ ഒരു കാർഡിയോളജി പേഷ്യന്റ് ആണ് അല്ലെങ്കിൽ ഒരു ന്യൂറോ പേഷ്യന്റ് ആണെങ്കിൽ അവരെ ഏത് വാർഡിലേക്കായിരിക്കും അഡ്മിറ്റ് ആക്കുന്നത്? കാർഡിയോളജി വാർഡിലേക്ക് അല്ലെങ്കിൽ ന്യൂറോ വാർഡിലേക്ക് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളാണെങ്കിൽ പീഡിയാട്രിക് വാർഡിലേക്ക് ഒക്കെ ആയിരിക്കും അല്ലെ അഡ്മിറ്റ് ആക്കുന്നത്, ആണോ? അപ്പൊ എന്താണ്, കൂടുതൽ പരിശോധനകൾക്കും ചികിത്സയ്ക്കുമായിട്ട് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്ന ആ ഒരു പേഷ്യന്റിനെ എന്താണ് ചികിത്സിക്കുന്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അവരുമായി ബന്ധപ്പെട്ടിട്ട് ആ രോഗിയുടെ അസുഖവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർഡിലേക്ക് മാറ്റുന്നു. ഓക്കെയാണോ? ജസ്റ്റ് ക്ലിയർ ആയില്ലേ മിസ് പറഞ്ഞത്? ഓക്കെയാണോ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് the ward is designated by the staff at the admission desk and entered in the case sheet. അല്ലെ, ആ ഒരു ഡോക്ടർ നിർദ്ദേശിക്കപ്പെട്ട ആ ഒരു വാർഡ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ അഡ്മിഷൻ ഡെസ്കിലെ സ്റ്റാഫ് നമ്മുടെ കേസ് ഷീറ്റിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ റെക്കോർഡിലേക്ക് എൻറ്റർ ചെയ്ത് കയറ്റുന്നു അല്ലെ. എഴുതണ്ടേ ആ പേഷ്യന്റിനെ ഇന്ന വാർഡിലേക്കാണ് അല്ലെങ്കിൽ ഇന്ന ഫ്ലോറിലേക്കാണ് അഡ്മിറ്റ് ആക്കിയത് എന്ന് റെക്കോർഡ് ചെയ്യണ്ടേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് അഡ്മിഷൻ ഡെസ്കിലെ സ്റ്റാഫ് നമ്മുടെ എന്താണ് ഏത് വാർഡിലേക്കാണ് നമ്മളെ അഡ്മിറ്റ് ആക്കുന്നതിന്റെ നമ്മുടെ കേസ് ഷീറ്റിൽ എൻറ്റർ ചെയ്യുന്നു. ഓക്കെയാണോ? അത് ഓക്കെയാണോ? ടെക്സ്റ്റ് എടുക്കാലോ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതോ. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. TPA ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അത്രേ ഉള്ളൂ ആ ഒരു സെക്ഷനിൽ കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് ട്രാൻസ്പോർട്ടിംഗ് ദ ക്ലയന്റ് ഫ്രം OPD ടു IPD. ഇപ്പൊ നമ്മളെ ഡോക്ടർ നമ്മളെ എക്സാമിൻ ചെയ്തു, നമ്മളെ വിലയിരുത്തി, അതിനുശേഷം നമ്മളെ ഇന്ന വാർഡിലേക്ക് അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞു. അപ്പൊ അതിനുശേഷം നമ്മ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാണ് അല്ലെ. അഡ്മിഷൻ ഡെസ്കിൽ പോയി നമ്മളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സോഷ്യൽ ഡാറ്റാസ് ഒക്കെ കൊടുത്തു, മെഡിക്കൽ റെക്കോർഡ് പ്രിപ്പയർ ചെയ്ത് നമ്മുടെ ബ്രേസ്ലെറ്റ് തയ്യാറാക്കി നമ്മുടെ കൂടെയുള്ള ആൾക്ക് വേണ്ട വിസിറ്റിംഗ് കാർഡ് തന്നു അല്ലെ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മ എന്ത് ചെയ്യണം, OPD IPDയിലേക്ക് പോകണം അല്ലെ. ആണോ? ഓക്കെ ആണോ? ഓർഡർ ആയോ? നമ്മൾ OP സെക്ഷനിൽ നിന്ന് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അഡ്മിറ്റ് ആക്കുന്ന ആ ഒരു സെക്ഷനിലേക്ക് നമുക്ക് പോകണം അല്ലെ. അപ്പൊ അങ്ങനെ ആ ഒരു ട്രാൻസ്പോർട്ടിംഗ് ദ ക്ലയന്റ് ഫ്രം OPD ടു IPD അതെങ്ങനെയായിരിക്കും? ക്ലയന്റ്സ് who are not very ill are able to walk or accompanied to ward by a nurse or attendant. അല്ലെ, എന്താണ് നമുക്ക് നടക്കാനൊന്നും പ്രശ്നമില്ല, നമുക്ക് ഒരുപാട് അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മ എങ്ങനെയാ പോകാറ്? നടന്നു പോകും അല്ലെ OP IPയിലേക്ക് അല്ലെ, ആ ഒരു വാർഡിലേക്ക് അല്ലെങ്കിൽ ആ ഒരു റൂമിലേക്ക് അല്ലെ. അപ്പൊ എന്താണ്, നമുക്ക് ഒരുപാട് അസുഖങ്ങളില്ല, നോട്ട് വെരി വലിയ അസുഖങ്ങളില്ല, നമുക്ക് നടക്കാമെന്നാണെങ്കിൽ നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ നമ്മ വാർഡ് ബൈ നഴ്സിന്റെ കൂടെയോ അല്ലെങ്കിൽ അറ്റൻഡന്റിന്റെ കൂടെയോ നമ്മ ആ ഒരു കൺസേൺഡ് വാർഡിലേക്ക് പോകുന്നു. വീൽ ചെയർ ഷുഡ് ബി അവൈലബിൾ ഫോർ ദോസ് ഹു ആർ ടു സിക്ക് ബി നോട്ട് ഏബിൾ ടു വാക്ക്. നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, ആ ഒരു അസുഖവുമായി ബന്ധപ്പെട്ട് നമ്മ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, നമ്മ വീക്കാണ്, തളർന്നിട്ടുണ്ട്, നമുക്ക് നടക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ എന്താണ്, ആ ഒരു പേഷ്യന്റിനെ OPയിൽ നിന്ന് വീൽ ചെയറിൽ IPDയിലേക്ക് കൊണ്ടുപോകുക. ഓക്കെയാണോ? നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ. നമുക്ക് നടക്കാൻ പറ്റുന്നില്ല, നമുക്ക് ഒരുപാട് ടയേർഡാണ് അല്ലെ, നമുക്ക് ആ അസുഖങ്ങൾ കൊണ്ട് നമ്മ ഒരുപാട് ബുദ്ധിമുട്ട് സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്, ആ ഒരു പേഷ്യന്റിനെ വീൽ ചെയറിൽ കൊണ്ടുപോകുക. നമ്മ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഒരുപാട് ആളുകളെ കാണാറുണ്ടോ? വീൽ ചെയറിലൊക്കെ പോകുന്ന ഒരുപാട് പേഷ്യൻസിനെ കാണാറുണ്ടോ? കാണാറുണ്ട്, ബൈസ്റ്റാൻഡേഴ്സ് കാണാറുണ്ട് അല്ലെ. അവര് ചിലപ്പോ വാർഡിലേക്കോ അല്ലെങ്കിൽ കൺസേൺ ഡിപ്പാർട്ട്മെന്റിലേക്കോ ട്രീറ്റ്മെന്റിന് വേണ്ടി കൊണ്ടുപോകുന്നതായിരിക്കും അല്ലെ. ആണോ?
അവർക്ക് എന്താണ് അസുഖം കൊണ്ട് അവർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർക്ക് നടക്കാൻ പറ്റുന്നുണ്ടാവില്ല, അവർക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന് എന്താണ് വീൽ ചെയറിൽ കൊണ്ടുപോകുക. Clients who are brought to hospital on ambulance should be carried to their റെസ്പെക്റ്റീവ് ഓർ സ്ട്രക്ചർ അല്ലെ. നമ്മുടെ ആ ഒരു പേഷ്യന്റിനെ ആംബുലൻസിലാണ് കൊണ്ടുവരുന്നത്, അവർ അത്രയും ബുദ്ധിമുട്ടാണ്, അവർ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് എന്നുണ്ടെങ്കിൽ അവരെങ്ങനെയായിരിക്കും കൊണ്ടുപോകുന്നത്? സ്ട്രക്ചറിലായിരിക്കും അല്ലെ അവർ ഷിഫ്റ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവരെങ്ങനെ കൊണ്ടുപോവുക? സ്ട്രക്ചറില് കൊണ്ടുപോകുക. ഓക്കെ ആണോ? അപ്പൊ നമ്മള് എന്ത് ചെയ്തു? അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിലെ പ്രൊസീജിയേഴ്സ് കഴിഞ്ഞു. നമ്മ ഇനി ഐ പി യിലെത്തി കഴിയുമ്പോൾ എന്താണ്? ആ ഒരു പേഷ്യന്റിനെ നേഴ്സ് ആ ഒരു ഫ്ലോറിലെ അല്ലെങ്കിൽ ആ ഒരു വാർഡിലെ നേഴ്സ് സ്വീകരിക്കണോ, റിസീവ് ചെയ്യണോ? അവരെ ഫയലും ആ ഒരു പേഷ്യന്റിനെ സ്വീകരിച്ച് അവരുടെ ആ ഒരു റൂമൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണം അല്ലെ. അങ്ങനെയല്ലേ ചെയ്യാറ്? അപ്പൊ നെക്സ്റ്റ് പറയുന്നത് എന്താണ്? റിസീവ് ദ പേഷ്യന്റ് ബൈ വാർഡ് സിസ്റ്റർ അല്ലെ. ആ ഒരു പേഷ്യന്റിനെ ആ ഒരു വാർഡിലെ സിസ്റ്റർ റിസീവ് ചെയ്യുക, സ്വീകരിക്കുക. അപ്പൊ നമ്മുടെ നേഴ്സ് ചെയ്യേണ്ട കുറെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അല്ലെ. നമ്മൾ ആ ഒരു വാർഡിൽ അല്ലെങ്കിൽ ആ ഒരു ഫ്ലോറിൽ സ്വീകരിക്കുന്ന സമയത്ത് ഇല്ലേ, ഉണ്ടോ? വെറുതെ സ്വീകരിച്ച് നമ്മുടെ ഫയൽ അവർ മേടിച്ചു വെക്കാണോ ചെയ്യുന്നത്? ആണോ? ആ റൂമിൽ പോയി കിടന്നോ, ഇത്ര നമ്പർ റൂമിൽ പോയി കിടന്നോ എന്നും പറഞ്ഞാണ് വിടുന്നത്? അല്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തു തരുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് നോക്കാം. പ്രിപ്പയർ റൂം, നമ്മുടെ റൂം പ്രിപ്പയർ ചെയ്ത് തരുന്നുണ്ട് അല്ലെ നഴ്സ് അല്ലെ. Prepare a clean and neat admission room with all the necessary items according to the needs of the patient. അല്ലെ, പേഷ്യന്റിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഉൾക്കൊള്ളുന്ന എന്താണ് വൃത്തിയുള്ള ഒരു റൂം തയ്യാറാക്കി തരുന്നുണ്ട് അല്ലെ. എന്താണ്, ചിലപ്പോൾ നമുക്ക് ട്രിപ്പ് ഇടേണ്ടി വരും, അപ്പൊ ട്രിപ്പിന്റെ സ്റ്റാൻഡ് വേണം അല്ലെ, അല്ലെങ്കിൽ നമുക്ക് നെബുലൈസ് ചെയ്യേണ്ടി വരും, അപ്പൊ ആ ഒരു നെബുലൈസിങ്ങിന്റെ മെഷീൻ നെബുലൈസർ വേണം അല്ലെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളില്ലേ. അപ്പൊ ആ ഒരു പേഷ്യന്റിന്റെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉൾക്കൊള്ളിക്കുന്ന ഒരു വൃത്തിയുള്ള ഒരു റൂം തയ്യാറാക്കി കൊടുക്കുക. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് പ്രിപ്പയർ an appropriate type of bed with adequate adjusted height of the bed അല്ലെ. ഇപ്പൊ കൊണ്ടുവരുന്ന ആ ഒരു പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ ആ ബെഡിന്റെ ഹൈറ്റിലൊക്കെ വ്യത്യാസങ്ങൾ വരുത്തുന്നതൊക്കെ കണ്ടിട്ടില്ലേ? അവിടുത്തെ ചിലപ്പോ അവരെങ്ങനെ ചാരിക്കെടുക്കണം അല്ലെ. അപ്പൊ എന്ത് ചെയ്യും, നമുക്ക് ആ ബെഡ് മുള ലിവർ ഉപയോഗിച്ച് കാണിട്ട് ബെഡ് പൊക്കിയൊക്കെ വെക്കാലോ. കിടപ്പ് രോഗികളാണെങ്കിൽ അവർക്ക് കംഫർട്ട് ആക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, അവർക്ക് ഒരു ആശ്വാസം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പൊ എന്ത് ചെയ്യാ, ആ ഒരു റൂമിലെ ബെഡ് ആ ഒരു പേഷ്യൻസിന് എങ്ങനെയാണോ ഉചിതമായത് അങ്ങനെ എന്താണ് അനുയോജ്യമായ രീതിയിൽ അതിന്റെ ആ ഒരു ഹൈറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെയാണോ? അവർക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഉചിതമായിട്ടുള്ള ബെഡും പിന്നെ എന്താണ് ആ ഒരു ബെഡിന്റെ ഹൈറ്റ് ഒക്കെ അവർക്ക് ഒന്ന് ഉയർത്തി വെച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നേഴ്സ് ചെയ്തു കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഐഡന്റിഫൈ സെൽഫ് അല്ലെ. നമ്മുടെ സിസ്റ്റർമാര് നേഴ്സുമാര് സ്വയം തിരിച്ചറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ. വരുന്ന രോഗികളോട് ഒരുപാട് ഷൗട്ട് ചെയ്ത് പെരുമാറുക അങ്ങനെയൊക്കെ പാടുണ്ടോ? നമ്മൾ ചില ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ പറയാറുണ്ട്, ആ നഴ്സിനോട് ഒന്നും ചോദിക്കാൻ പറ്റില്ല, ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ തട്ടിക്കേറെന്ന് പറയാറുണ്ട് അല്ലെ, ദേഷ്യപ്പെടുന്ന് പറയാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ട്. അപ്പൊ അവര് സ്വയം തിരിച്ചറിയേണ്ട കുറെ മാനേഴ്സ് ഉണ്ട് അല്ലെ. അപ്പൊ എന്തൊക്കെയാണ് ഐഡന്റിഫൈ സെൽഫിൽ പറയുന്നത്? വെൽക്കം ദ പേഷ്യന്റ് ആൻഡ് ഹിസ് ഫാമിലി വിത്ത് എ വാം അപ്രോച്ച് അല്ലെ. എന്താണ്, നമ്മുടെ പേഷ്യന്റിനെയും അവരുടെ ഫാമിലിയെയും എങ്ങനെ സ്വീകരിക്കണം? ഊഷ്മളമായ രീതിയിൽ അല്ലെ, ശരിയായ രീതിയിൽ സ്വീകരിക്കുക, ചിരിച്ചുകൊണ്ട് അല്ലെ. അവര് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചായിരിക്കും അല്ലെ വരുന്നത്, വേദനയും ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ടായിരിക്കും അല്ലെ വരുന്നത് പേഷ്യന്റ്. അതിന്റെ കൂടെ നമ്മുടെ നഴ്സുമാർ അവരോട് തട്ടിക്കയറി കഴിഞ്ഞാൽ അവർക്ക് അപ്പം തന്നെ അവിടുന്ന് പോവാൻ തോന്നും അല്ലെ, ഹോസ്പിറ്റലിൽ നിന്ന്. ആണോ?
ആണ്. അപ്പൊ എന്താണ് ഊഷ്മളമായ രീതിയിൽ അല്ലെ വാം അപ്രോച്ചിൽ നമ്മുടെ പേഷ്യൻസിനെയും പേഷ്യൻസിന്റെ ഫാമിലിയെയും സ്വീകരിക്കുക. നെക്സ്റ്റ് പറയുന്നത് മേക്ക് ദ പേഷ്യന്റ് കംഫോർട്ടബിൾ ഇൻ ബെഡ് ആൻഡ് പ്രൊവൈഡ് ഹിം വിത്ത് ഹോസ്പിറ്റൽ ക്ലോത്ത്സ് ആൻഡ് എൻഷുർ അഡിക്വേറ്റ് പ്രൈവസി അല്ലെ. എന്താണ് പേഷ്യൻസിന് അനുയോജ്യമായിട്ടുള്ള കംഫോർട്ടബിൾ ആയ രീതിയിൽ അവരുടെ ബെഡുകൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക, അവർക്ക് ആവശ്യമായിട്ടുള്ള ഹോസ്പിറ്റൽ ക്ലോത്ത്സുകളും കെയർ ഹെൽപ്പ് ഒക്കെ ചെയ്തു കൊടുക്കുക അല്ലെ. എന്താണ് ഹോസ്പിറ്റൽ ക്ലോത്ത്സുകൾ, ചിലപ്പോ പില്ലോ കവേഴ്സ് അവർക്ക് കൊടുക്കുക, ബെഡ്ഷീറ്റുകളൊക്കെ തരാറുണ്ടല്ലോ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്നത്. നമ്മുടെ സമാധാനത്തിൽ നമ്മ വീട്ടിൽ നിന്ന് കൊണ്ടുപോകും അല്ലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുമ്പോൾ ബെഡ്ഷീറ്റുകളൊക്കെ. ശരിക്കും എങ്ങനെയാണ് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ബെഡ്ഷീറ്റുകളൊക്കെ കിട്ടാറുണ്ട് അല്ലെ. അപ്പൊ എന്താണ് ഹോസ്പിറ്റൽ ക്ലോത്ത്സുകളും ചില ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ക്ലോത്ത് തന്നെയായിരിക്കും നമ്മുടെ പേഷ്യൻസ് വിയർ ചെയ്യുന്നത്. ഹോസ്പിറ്റൽ ക്ലോത്ത്സുകളും ഡ്രസ് കണ്ടിട്ടുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റൽ ക്ലോത്ത്സുകള് അവർക്ക് ആ ഒരു പേഷ്യന്റിന് പ്രൊവൈഡ് ചെയ്യുക. കൂടാതെ അവർക്ക് ആവശ്യമായിട്ടുള്ള അഡ്വക്കേറ്റ് പ്രൈവസി ഉറപ്പുവരുത്തുക അല്ലെ. ഇപ്പൊ നമുക്ക് വാർഡിലൊക്കെ ആണെങ്കിൽ ഒന്നിച്ചിങ്ങനെ കിടക്കായിരിക്കും, ഒരുപാട് പേഷ്യൻസ് ഒരുമിച്ച് കിടക്കായിരിക്കുമല്ലോ. അപ്പൊ ഈ കിടപ്പ് രോഗികളൊക്കെ ആണെങ്കിൽ അവരുടെ ഡ്രസ്സ് മാറ്റുന്നത്, അവരൊന്ന് മേലൊക്കെ തുടക്കുന്ന സമയത്തൊക്കെ ഒരു പ്രൈവസി ഉണ്ടായിരിക്കോ? പ്രൈവസി ഇല്ല അല്ലെ. ഒരുമിച്ച് ഇങ്ങനെ എല്ലാ ആളുകളും കൂടി ഒരുമിച്ച് കിടക്കല്ലേ. അപ്പൊ നമ്മുടെ നഴ്സുമാര് കൊണ്ടുവന്ന് അവര് തിരിക്കാറില്ലേ, കട്ടൻ പോലെ കൊണ്ടുവന്നിട്ട് അല്ലെ. ഉണ്ടോ? അപ്പൊ അങ്ങനെ അവർക്ക് എന്തെങ്കിലും അങ്ങനെ പ്രൈവസി ആവശ്യമാണെങ്കിൽ എന്താണ് അതിനുള്ള ആ ഒരു അഡിക്വേറ്റ് പ്രൈവസി ഉറപ്പുവരുത്തുക. ഓക്കെയാണോ? അനുയോജ്യമായിട്ടുള്ള ആ ഒരു പ്രൈവസി. നെക്സ്റ്റ് പറയുന്നത് ലെസൺ ആൻസൈറ്റി ആൻഡ് ഫിയർ അല്ലെ. നമ്മളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കാന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ടെൻഷനാണ്. എന്ത് കാര്യമാണാവോ, ഇനി എന്ത് ടെസ്റ്റ് ചെയ്തിട്ട് എന്തൊക്കെ ആണാവോ ഡോക്ടറിന് പറയാൻ പോകുന്നത് അല്ലെ. അങ്ങനെ ആർക്കെങ്കിലൊക്കെ തോന്നിയിട്ടുണ്ടോ? അപ്പൊ അവരെന്താണ് അത്രയും ഒരു ആശങ്കയോട് കൂടിയിട്ടൊക്കെ ആയിരിക്കും അല്ലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യാ, നമ്മുടെ ഡോക്ടർ പറഞ്ഞു അല്ലെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് 3 ദിവസം മരുന്നൊക്കെ കഴിച്ച് നിങ്ങൾക്ക് പോവാ എന്നൊക്കെ പറയാറില്ലേ. നമ്മളൊന്ന് കംഫോർട്ട് ആക്കാറുണ്ട് അല്ലെ. നമ്മളെ ആ ഒരു ആൻസൈറ്റി ഫിയർ ഒക്കെ അവര് കുറച്ച് തരാറില്ലേ. അപ്പൊ എന്താണ് നമ്മുടെ പേഷ്യന്റിന്റെ ഭയം ആ ഒരു ആകുലതയ്ക്ക് കുറച്ചു കൊടുക്കുക, ലെസൺ ചെയ്യിക്കുക. ഓക്കെയാണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. ഓറിയന്റ് പേഷ്യന്റ്. നെക്സ്റ്റ് മൂന്നാമത്തെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് പേഷ്യൻസിന് ചിട്ടപ്പെടുത്തി കൊടുക്കുക, ക്രമപ്പെടുത്തി കൊടുക്കുക. ഇത് ആദ്യത്തെ വന്നത് നമുക്ക് റൂം തയ്യാറാക്കി തന്നു, അവര് സ്വയം തിരിച്ചറിയേണ്ട കുറച്ച് കാര്യങ്ങൾ അവര് ചെയ്യേണ്ട കാര്യങ്ങളാണ് നെക്സ്റ്റ് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്, നമുക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട് അല്ലെ, നഴ്സ് ക്രമപ്പെടുത്തി തരാനുണ്ട് അല്ലെ. ലൊക്കേഷൻ ഓഫ് നഴ്സ് സ്റ്റേഷൻ, നമുക്ക് നഴ്സുമാരിയ്ക്കുന്ന ആ ഒരു സ്റ്റേഷൻ എവിടെയാണെന്ന് പറഞ്ഞു തരണ്ടേ. എന്നാൽ മാത്രമാണ് അല്ലെ നമുക്ക് ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ട്രിപ്പ് തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ചെന്ന് പറയണം അല്ലെ ട്രിപ്പ് തീർന്നു, ആ ഒരു അത് ഓഫ് ചെയ്യാനൊക്കെ പറയണ്ടേ, സിറിഞ്ചൂരാനൊക്കെ ചെന്ന് പറയണം അല്ലെ. അതല്ലെങ്കിൽ പേഷ്യന്റിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് ചെന്ന് പറയണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ ഒരു നഴ്സിന്റെ സ്റ്റേഷൻ നമുക്ക് ലൊക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ, റൂം ബൗണ്ടറീസ് അല്ലെ. നമ്മ വാർഡിലൊക്കെയാണ് അല്ലെങ്കിൽ ഷെയറിംഗ് റൂം ഒക്കെ ആണെങ്കിൽ നമുക്കൊരു ബൗണ്ടറി ഉണ്ട് അല്ലെ, ഇത്ര സ്ഥലം വരെ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതാണ് അല്ലെ നമ്മുടെ ഡ്രസ്സും നമ്മുടെ ഫുഡ് ഐറ്റംസ്, നമ്മുടെ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ ഫുഡ് ഐറ്റംസ്, നമ്മുടെ മെഡിസിൻ, അങ്ങനെയുള്ള സാധനങ്ങൾ വെക്കാനുള്ള ടേബിൾ ഇന്നതാണ് എന്നൊക്കെ അങ്ങനെ ഒരു ബൗണ്ടറീസ് ഉണ്ട് അല്ലെ നമുക്ക്. അപ്പൊ അങ്ങനെയുള്ള റൂം ബൗണ്ടറീസ് പേഷ്യൻസിന് അവരുടെ ഫാമിലിക്കും പറഞ്ഞു കൊടുക്കുക. ക്ലോത്ത്സ് സ്റ്റോറേജ് അല്ലെ, ഡ്രസ്സുകൾ എവിടെയാണ് സ്റ്റോറേജ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുക. കോൾ ലൈറ്റ് അല്ലെ. ഇപ്പൊ എന്താണ് കോൾ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ നഴ്സുമാരെ നമുക്ക് എമർജൻസി വന്നു കഴിഞ്ഞാൽ ഒരു സ്വിച്ച് ഉണ്ടാവും അല്ലെ, പെട്ടെന്ന് അവര് വിവരം അറിയിക്കാനായിട്ട് നഴ്സ് കോൾ സിസ്റ്റം ഉണ്ടാവുമല്ലോ. അപ്പൊ അത് ആ ഒരു കോൾ ലൈറ്റ് എവിടെയാണ്, നമ്മൾ അത് എങ്ങനെയാണ് അങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായാല് പേഷ്യന്റിന് വന്നു കഴിഞ്ഞാല് നമ്മൾ ആ ഒരു കോൾ ലൈറ്റ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതെങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ബെഡ് കൺട്രോൾസ് അല്ലെ,
എന്താണ് ആ ലിവർ ഉപയോഗിക്കേണ്ട രീതി, അതെങ്ങനെയാണ് ആ ഒരു ബെഡിന്റെ ആ ഒരു ഹൈറ്റ് പൊക്കുന്നത്, അല്ലെങ്കിൽ അവരെ നോർമൽ രീതിയിൽ ആ ഒരു ബെഡിന്റെ ഹൈറ്റ് ആക്കുകയാണെങ്കിൽ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ലൈറ്റ് സ്വിച്ചസ് അല്ലെ, ഫാനിന്റെ സ്വിച്ച്, ലൈറ്റിന്റെ സ്വിച്ച്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ടെലിഫോൺ പോളിസി അല്ലെ, ടെലിഫോൺ ഉപയോഗിക്കേണ്ട രീതി, നമ്മുടെ നഴ്സ് റൂമിലേക്ക് ടെലിഫോൺ ചെയ്യണമെങ്കിൽ അതിനുള്ള നമ്പർ അല്ലെ, അതങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. TV കൺട്രോൾസ്, മീൽ ടൈംസ് അല്ലെ, ഭക്ഷണ സമയങ്ങൾ എങ്ങനെയാണ്, വിസിറ്റിംഗ് അവേഴ്സിന് ആ ഒരു സമയം ഉണ്ടാവും അല്ലെ, രാവിലെ 11 മണി മുതൽ 12 മണി വരെ, അല്ലെങ്കിൽ വൈകിട്ട് 4 മണി മുതൽ 5 മണി വരെയൊക്കെയാണ് അല്ലെ ഓരോ ഹോസ്പിറ്റലിലെ വിസിറ്റിംഗ് അവേഴ്സ്. ആ ഒരു സമയത്ത് മാത്രമാണ് അല്ലെ സന്ദർശകർ അനുവദിക്കുള്ളൂ. അപ്പൊ ആ ഒരു വിസിറ്റിംഗ് അവേഴ്സ് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ രോഗിക്ക് ഡയറ്റ് ഉണ്ട്, ഭക്ഷണക്രമങ്ങളുണ്ട്, ഷുഗർ ഉള്ള പേഷ്യൻസ് ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും സർജറി കഴിഞ്ഞ പേഷ്യൻസ് ആണ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഭക്ഷണക്രമങ്ങൾ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. സേഫ്റ്റി മെഷേഴ്സ് അല്ലെ, സീഡ് റെയിൽസ്, എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിലെ ബെഡിന്റെ ആ സൈഡിൽ ഉയർത്തി വെക്കുന്ന ഒരു സ്റ്റാൻഡ് പോലെ കണ്ടിട്ടുണ്ടോ, പേഷ്യന്റ് വീഴാതിരിക്കാൻ ഇല്ലേ? അപ്പൊ ആ ഉള്ള സൈഡ് റൈൽസ് അത് വെച്ചു കൊടുക്കുക, അതല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക. പിന്നെ എന്താണ് ടൈം ഫോർ ഡോക്ടേഴ്സ് വിസിറ്റ് അല്ലെ, ഡോക്ടേഴ്സ് എപ്പോഴൊക്കെയാണ് വൈകിട്ട് വിസിറ്റിങ്ങിന് ഡോക്ടർ പേഷ്യന്റിന് ചെക്കപ്പ് ചെയ്യാൻ വരുന്നുണ്ടോ, അതല്ലെങ്കിൽ രാവിലെയാണോ ഡോക്ടേഴ്സിന്റെ വിസിറ്റിംഗ് അവേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. കൂടാതെ വാട്ട് സ്റ്റാർ ഷെഡ്യൂൾ അല്ലെ, നമുക്ക് രോഗിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഡോക്ടേഴ്സ് എന്തെങ്കിലും ടെസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ടോ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മുടെ രോഗിയുടെ പേഷ്യൻസിന്റെ റിലേറ്റീവ്സിനോടും രോഗിക്കും പറഞ്ഞു കൊടുക്കുക. ഓക്കെ ആണോ? നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് സ്പീഡിൽ പോയത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. ഗ്യാദർ ഇൻഫോർമേഷൻ റിലേറ്റഡ് ടു, ഇമ്പോർട്ടന്റ് പറഞ്ഞുതരാം കേട്ടോ. എന്താണ് നമ്മുടെ നേഴ്സിന്റെ 4ാമത്തെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ എന്താണ്, നമ്മുടെ പേഷ്യന്റിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യുക അല്ലെ, ആണോ? ഗ്യാദർ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു മെഡിക്കൽ ഓർഡേഴ്സ് അല്ലെ, നമ്മുടെ ഡോക്ടർ ആ ഒരു പേഷ്യന്റിന് എന്തൊക്കെ ഓർഡേഴ്സ് അല്ലെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ട്രീറ്റ്മെന്റിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫോർമേഷൻസ്, ലാബ് ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ടുകൾ കളക്ട് ചെയ്യുക. ടെസ്റ്റുകൾ അല്ലെ, വേറെ ഏതെങ്കിലും ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ടെസ്റ്റുകൾ, ഡയറ്റ് കൺട്രോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറ്റിന്റെ ആ ഒരു ഇൻഫോർമേഷൻസ്, ആക്ടിവിറ്റീസ് അല്ലെ, എക്സസൈസോ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യുക. ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് പ്രിലിമിനറി ഒബ്സർവേഷൻ ഓഫ് പേഷ്യന്റ് അല്ലെ, എന്താണ് പേഷ്യൻസിന്റെ ആ ഒരു പ്രിലിമിനറി ഒബ്സർവേഷൻ എങ്ങനെയാണ്? നമ്മൾ ഡോക്ടർ ചെന്നിരിക്കുന്ന സമയത്ത്, ഡോക്ടറുടെ അടുത്ത് ചെന്നിരിക്കുന്ന സമയത്ത് ഡോക്ടർ നമ്മളെ ഒന്ന് ഫിസിക്കലായിട്ടൊന്ന് അസസ് ചെയ്യാറുണ്ട് അല്ലെ, സ്റ്റെതസ്കോപ്പ് ഒക്കെ വെക്കുന്നത് കൂടാതെ അല്ലെ, നമ്മുടെ എക്സ്പ്രഷൻസ്, നമ്മുടെ മുഖത്തെ ഭാവങ്ങൾ അല്ലെ, ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ നോക്കാറുണ്ടല്ലോ. നമുക്ക് എന്തെങ്കിലും ക്ഷീണമുണ്ട്, അതല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പെയിൻ ഉണ്ടെങ്കിലൊക്കെ നമ്മുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ അറിയാൻ പറ്റും അല്ലേ? ആണോ? നിങ്ങൾക്കാണെങ്കിൽ എങ്ങനെയല്ലേ അല്ലേ? അപ്പൊ എന്താണ്, the first few moments with a patient, facial expression will denote his emotional reaction and presence of pain and fatigue അല്ലെ. എന്താണ് നമ്മുടെ ഫസ്റ്റ് ഫ്യൂ മന്ത്സ്, ആദ്യത്തെ കുറച്ച് സമയം ആ ഒരു പേഷ്യന്റിന്റെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് അല്ലെ, മുഖഭാവങ്ങള് നോക്കുക, നിരീക്ഷിക്കുക, ഡിനോട്ട് ഹിസ് ഇമോഷണൽ റിയാക്ഷൻ അല്ലെ. അതെന്താണ്, അവർ ഇമോഷണൽ റിയാക്ഷൻസ് മനസ്സിലാകാനായി സാധിക്കുന്നു. അവർക്ക് എന്തെങ്കിലും വേദനയുണ്ടോ, അവർക്ക് ക്ഷീണമുണ്ടോ എന്നുള്ള കാര്യങ്ങള് നമുക്ക് അവർ ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷനിലൂടെ മനസ്സിലാക്കാനായി സാധിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് എനി ഡിസ്കളറേഷൻ ഓഫ് സ്കിൻ സച്ച് ആസ് ജോണ്ടിസ്, സൈനോസിസ്, ഫേഷ്യൽ പാരലിസിസ് ഷുഡ് ബി ഡിനോട്ടഡ് അല്ലെ. ഇപ്പൊ നമ്മുടെ ജോണ്ടിസ് എന്ന് പറഞ്ഞാല് മഞ്ഞപ്പിത്തമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിന്റെ വൈറ്റ് കളറൊക്കെ മാറും അല്ലെ, മുഖത്തിന്റെ കളർ ഒക്കെ മാറാറുണ്ട് അല്ലെ, സ്കിന്നിന്റെ കളർ അല്ലെ, യെല്ലോ കളറാവും ആണോ? അപ്പൊ എന്താണ് ഇനി ഡിസ്കളറേഷൻ ഓഫ് സ്കിന്ന്, അവരുടെ സ്കിന്നില് എന്തെങ്കിലും ഡിസ്കളറേഷൻ ഉണ്ടോ എന്ന്
വിലയിരുത്തുക, അസസ് ചെയ്യുക. സൈനോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ രക്തത്തില് ബ്ലഡില് ഓക്സിജന്റെ അളവ് കുറഞ്ഞിട്ട് രക്തചംക്രമണം, രക്തത്തിന്റെ ആ ഒരു സർക്കുലേഷൻ ശരിയല്ലാത്ത ഒരു അവസ്ഥയെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സൈനോസിസ് എന്ന് പറയുന്നത്. നമ്മുടെ ബ്ലഡില് ഓക്സിജന്റെ അളവ് കുറഞ്ഞിട്ട് ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ, രക്തചംക്രമണം ശരിയായ രീതിയിലല്ലാതെ വരുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ സൈനോസിസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ ശരിയായ രീതിയിൽ അല്ലെങ്കിൽ എന്തൊരു നമ്മുടെ ബ്ലഡ് സ്കിന്നിന്റെ കളറില് വ്യത്യാസങ്ങൾ വരും. ഓക്കെ ആണോ? നമ്മുടെ സ്കിന്നിൽ ഒരു നീല കളറില്, ഒരു പച്ച കളറിലൊക്കെ അങ്ങനെയുള്ള ഒരു വ്യത്യാസങ്ങൾ വരും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സ്കിന്നിലെ വ്യത്യാസങ്ങൾ ഉണ്ടോ? അതല്ലെങ്കിൽ എന്താണ് ഫേഷ്യൽ പാരലിസിസ് അല്ലെ? എന്താണ് നമ്മുടെ മുഖത്ത് പക്ഷാഘാതം വരാം, കേട്ടിട്ടുണ്ടോ? കോടിപ്പോവാന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? മുഖം സ്ട്രോക്ക് ഒക്കെ വന്ന് അല്ലെ, ചുണ്ട് കോടിപ്പോകും അല്ലെ? അപ്പൊ അങ്ങനെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ ആണോ? സ്കിന്നിലെ വ്യത്യാസങ്ങളുണ്ടോ, അവരുടെ എന്താണ് സ്കിൻ ഫേഷ്യൽ പാരലിസിസ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് ഫർദർ ഒബ്സർവേഷൻ ക്യാൻ ബി മേഡ് ഗിവിംഗ് കെയർ ടു ദി പേഷ്യന്റ് ഫോർ കെയർ ടു ദി ക്ലയന്റ്. എന്താണ് അതിനുശേഷമായിരിക്കണം ആ ഒരു പേഷ്യന്റിനെ കുറിച്ചുള്ള ഫർദർ ഒബ്സർവേഷൻസ് നടത്തുന്നത് അല്ലെ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ്, ആദ്യം തന്നെ അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് നോക്കി, അവരുടെ സ്കിന്നിൽ എന്തെങ്കിലും കളർ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ബാക്കിയുള്ള ഒബ്സർവേഷൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കണം അവർക്ക് വേണ്ട പരിചരണങ്ങൾ, നമ്മുടെ രോഗിക്ക് വേണ്ട പരിചരണങ്ങൾ നൽകേണ്ടത്. ഓക്കെ ആണോ? മിസ് എടുത്ത ഭാഗങ്ങൾ ഓക്കെയാണോ? ഇന്നെടുത്ത ഭാഗങ്ങൾ ഓക്കെയാണോ? മിസ് ഇമ്പോർട്ടന്റ് പറഞ്ഞുതരാം. ഫസ്റ്റ് എന്താണ്, ടൈപ്സ് ഓഫ് അഡ്മിഷൻ കേട്ടോ. ടൈപ്സ് ഓഫ് അഡ്മിഷൻ അടയാളപ്പെടുത്താം. നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ സോഷ്യൽ ഡാറ്റാസിൽ, അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെ, സോഷ്യൽ ഡാറ്റാസിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളുന്നത്. നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, responsibilities of the admission department. Next TPA. TPA full form അല്ല, TPS expanded form no, stands for no ചോദിക്കാം. നെക്സ്റ്റ് വരുന്നത് responsibilities of nurse. Responsibilities of the nurse prepare room, identify self, orient patient, gather information related to അല്ലെ? 4 റെസ്പോൺസിബിലിറ്റീസ്. ഓരോ റെസ്പോൺസിബിലിറ്റിന്റെ അണ്ടറിൽ വരുന്നതാണ് കേട്ടോ ബാക്കി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പ്രിലിമിനറി ഒബ്സർവേഷൻ ഓഫ് ദി പേഷ്യന്റ്. മാർക്ക് ചെയ്യാം കേട്ടോ. പ്രിലിമിനറി ഒബ്സർവേഷൻ ഓഫ് ദി പേഷ്യന്റ്. Okay. Third party TPA, third party administrator. Third party administrator. Okay. ഇന്നത്തെ ഭാഗം ക്ലിയർ ആണോ? ബാക്കി മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. പ്രിലിമിനറി ഒബ്സർവേഷൻ കഴിഞ്ഞു, ചാർട്ടിങ് മുതൽ നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് എടുക്കാം കേട്ടോ. ഇനി ഇപ്പൊ നമുക്ക് ഇനി ഒരു ചാപ്റ്ററിൽ ഒരു കുറച്ച് സെക്ഷൻ ഉള്ളൂ അല്ലെ, ഒരിത്തിരി ഉള്ളൂ എടുക്കാനായിട്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് മിസ് ഇനി എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, കാഷ്വാലിറ്റി. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മിസ്. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.